Before I put oil into my hair, I have to make this video. Actually, yes, it's true. I am again back with some tips to balance the life. So, മിനിഞ്ഞാന്നത്തെ കാര്യമാണേ. Before that, whatever I am sharing through my channel is truly something that I am experienced from my personal life. Okay, so let's begin the topic of the day. ഇന്നത്തെ ടോപ്പിക്കാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് നടന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയാവേ. അതെന്താണെന്ന് വെച്ചാൽ, എന്നത്തെ പോലെ ഞാൻ രാവിലെ എണീറ്റ് എനിക്ക് എൻ്റെ ഡേ ഒക്കെ ഷെഡ്യൂൾ ചെയ്തായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ വാവച്ചിക്ക് ഒന്ന് മേലാണ്ടായത്. അവനൊരു കംപ്ലീറ്റ്ലി മമ്മ ബോയാണ്. അവന് ഒരു ചെറിയ കഫ് ഉണ്ടായാൽ പോലും കംപ്ലീറ്റ്ലി എന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അത് പിന്നീട് പറയാം എന്താണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡേറ്റ് ആയിരുന്നു, ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ എഴുതാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവനിങ്ങനെ മേലാണ്ടേയും കൂടി ആവുന്നത്. ഞാൻ പതുക്കെ സ്ട്രെസ് അടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വാവച്ചിയുടെ കാര്യങ്ങൾ, അസൈൻമെൻറ്റ്, ബാക്കി വീട്ടിലെ കാര്യങ്ങൾ, ഞങ്ങൾക്കുള്ള ഫുഡ് എന്നും ആലോചിച്ച്. ബട്ട് എനിക്ക് തോന്നി സ്ട്രെസ് അടിച്ചാൽ ഇതൊന്നുമേ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാവയുടെ കാര്യങ്ങളിൽ അവന് വേണ്ടുന്ന സകല കാര്യം, അവൻ്റെ ഫുഡായി, അവൻ്റെ മെഡിസിനായി, അവന് വേണ്ടുന്ന സകല കാര്യങ്ങളും എൻ്റെ പ്രസൻസ് ഉൾപ്പെടെ ഞാൻ അവന് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ട്, ആ സമയത്ത് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല കേട്ടോ. എൻ്റെ അസൈൻമെൻറ്റോ വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അവൻ്റെ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് അത് സെറ്റാക്കി അവന് മെഡിസിൻ കൊടുത്ത് അവനെ ഉറക്കാൻ കെടുത്തി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ എണീക്കുള്ളൂ എന്ന്. ആ ഒരു സമയത്ത് ഞാൻ വേറെ അടുക്കളയുടെ കാര്യമോ ബാക്കി ഒരു കാര്യം ചിന്തിക്കാതെ ഒരു ബിസ്ക്കറ്റ്, ഐ തിങ്ക് ബനാന എന്തോ ഞാൻ കഴിച്ചിട്ട് ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് എഴുതായിരുന്നു. അവൻ ഉണരും വരെ ഞാൻ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ്ലി എഴുതി തീർത്ത് സബ്മിറ്റ് ചെയ്തു. അപ്പോഴേക്കും തന്നെ ഒരു 4-4:30 ആയിരുന്നു. പിന്നെ അവൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അവൻ്റെ ക്ഷീണമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ടി വി, അവൻ്റെ കളിയൊക്കെ ആയിട്ട് മാറിയപ്പോൾ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, സ്ട്രെസ് ആൻഡ് സ്ട്രഗിൾ ഈസ് നോട്ട് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അസ്, ഇറ്റ്സ് അബൌട്ട് ഹൗ ഡു വി റെസ്പോണ്ട് ടു ദാറ്റ്. ഓക്കെ, മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സമയത്ത് ചെയ്യുന്ന എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തിൽ മാത്രം മാക്സിമം ഫോക്കസ്, അറ്റൻഷൻ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം മെൻ്റലി സ്ട്രെസ് അടിക്കുമ്പോഴും നമ്മളെ എനർജി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലംസ് ഇല്ലാത്ത ലൈഫ് ഒരു ഡേ പോലും ആരുടെയും ജീവിതത്തിൽ കാണില്ല. ആ പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അബവ് ഓൾ ഓഫ് ദാറ്റ് ഐ ആം ഗ്രേറ്റ്ഫുൾ. അവനൊരു കഫ്, ഒരു ചെറിയ ക്ഷീണം വന്നല്ല ഉള്ളൂ. വാട്ട് ഹാപ്പൻ ഇഫ് ഐ ഹാവ് ടു ടേക്ക് ഹിം ടു ദി ഹോസ്പിറ്റൽ? സോ ഓൾ ഓഫ് ദി അബവ് ദാറ്റ് ഐ ആം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ.